പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളേവരും കാത്തിരിക്കുന്ന +1 സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് അല്പസമയം മുമ്പ് പ്രഖ്യാപിച്ചു. അപ്പോൾ ഈ ഒരു അലോട്ട്മെൻറ്റ് പ്രഖ്യാപിച്ചു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരം നിങ്ങളെ ഏറ്റവും വേഗത്തിൽ അറിയിക്കാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോയുമായി എത്തിയിട്ടുള്ളത്. അതേപോലെ ഈ ഒരു സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് ശേഷം വിദ്യാർത്ഥികൾ ചെയ്യേണ്ട കാര്യങ്ങൾ, അതായത് അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികളും ഒരു സ്കൂളിലും അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികളും ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യവും ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് പരിശോധിക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വിദ്യാഭ്യാസപരമായ ഏറ്റവും പുതിയ വാർത്തകൾ ഏറ്റവും കൃത്യമായി അറിയുന്നതിനായി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഓർമ്മിക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടെ ഓർമ്മിക്കുക. കാരണം ചില വിദ്യാർത്ഥികൾക്കൊന്നും ഈ ഒരു വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ അത്തരത്തിലുള്ള വിദ്യാർത്ഥികളിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് അല്പസമയം മുമ്പാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. നിങ്ങൾ ചിലപ്പോൾ അലോട്ട്മെൻറ്റ് പരിശോധിച്ചിട്ടുണ്ടാവും. ഇനി ഈ ഒരു അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം. അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾ, അതായത് ഈ ഒരു സപ്ലിമെൻ്ററിയിൽ ഏതെങ്കിലും ഒരു സ്കൂളിൽ അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ആ ഒരു സ്കൂളിൽ നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ള ദിവസം അതേ സമയത്ത് പോയി അഡ്മിഷൻ എടുക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്യുന്ന സമയത്ത് അഡ്മിഷനായി നിങ്ങൾ പോവേണ്ട ദിവസവും സമയവും എല്ലാം കാണാൻ സാധിക്കും. നിങ്ങൾ ആ ഒരു സ്കൂളിൽ അതേ ദിവസം അതേ സമയത്ത് പോയി നിങ്ങളുടെ അഡ്മിഷൻ എടുത്തിരിക്കണം. അപ്പോൾ ആ ഒരു കാര്യമാണ് അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾക്ക് ചെയ്യാനുള്ളത്. ഇനി VHSCയിലും HSCയിലും ഒരുമിച്ച് അപേക്ഷിച്ച ചില വിദ്യാർത്ഥികളുണ്ട്. അത്തരത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് 2 സ്ട്രീമിലും അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ താല്പര്യമുള്ള സ്കൂൾ സെലക്ട് ചെയ്യാം. അതായത് VHSCയിലാണോ HSCയിലാണോ നിങ്ങൾക്ക് താല്പര്യമുള്ള സ്കൂളും താല്പര്യമുള്ള കോഴ്സും കിട്ടിയിട്ടുള്ളത്, ആ ഒരു സ്ട്രീമിൽ നിങ്ങൾക്ക് പ്രവേശനം നേടാം. അതിൽ യാതൊരു കുഴപ്പവും ഇല്ല. ഇനി ഇത്തരത്തിൽ നിങ്ങൾ പ്രവേശനത്തിനായി പോകുന്ന സമയത്ത് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് സ്ലിപ്പ് നിങ്ങൾ കൊണ്ടുപോകണം. അല്ലെങ്കിൽ അവിടെ നിന്ന് പ്രിൻ്റ് എടുത്തു തരും, അത് നിങ്ങൾ പൂരിപ്പിച്ച് കൊടുക്കണം. എങ്ങനെയാണ് ഈ ഒരു അലോട്ട്മെൻറ്റ് സ്ലിപ്പ് പൂരിപ്പിക്കേണ്ടത് എന്നുള്ള കാര്യത്തിൽ ചില വിദ്യാർത്ഥികൾക്കൊക്കെ സംശയമുണ്ട്. അപ്പോൾ അതിൻ്റെ കൃത്യമായ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. താല്പര്യമുള്ളവർക്ക് ആ ഒരു വീഡിയോ കണ്ട് അത് എങ്ങനെയാണ് പൂരിപ്പിക്കേണ്ടത് എന്നുള്ള കാര്യം മനസ്സിലാക്കാവുന്നതാണ്. ഇനി അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും സാധ്യതയുണ്ടോ? പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന ഒരു കാര്യമാണിത്. അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഒരു സപ്ലിമെൻ്ററിയോടുകൂടി ഈ ഒരു +1 പ്രവേശനം അവസാനിക്കുകയല്ല. ഇനിയും അലോട്ട്മെൻറ്റുകളുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇനിയും സാധ്യതയും ഉണ്ട്. +1-ൽ സീറ്റ് വർധനവ് ഉണ്ടാവും എന്ന് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി തന്നെ കഴിഞ്ഞ ദിവസം അറിയിച്ചിട്ടുണ്ട്. ഈ ഒരു സീറ്റ് വർധനയ്ക്ക് ശേഷം ട്രാൻസ്ഫർ ആണ് അടുത്തതായി നടക്കുന്നത്. ഇനി ഈ ഒരു ട്രാൻസ്ഫറിന് ശേഷം ട്രാൻസ്ഫർ നടക്കുന്നത് മൂലം ഒരിക്കലും ഉള്ള സീറ്റുകളുടെ എണ്ണം കൂടുകയോ കുറയുകയോ ഇല്ല. അതായത് ഈ ഒരു വർദ്ധിപ്പിച്ച സീറ്റുകൾ ഉൾപ്പെടെ ട്രാൻസ്ഫറിന് ശേഷവും ബാക്കിയുണ്ടാവും. അപ്പോൾ അത്തരത്തിലുള്ള സീറ്റുകളിലേക്ക് സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഉണ്ടാവും. നിങ്ങൾ ഈ ഒരു ഫസ്റ്റ് സപ്ലിമെൻ്ററിക്ക് നിങ്ങൾ എങ്ങനെയാണോ ആപ്ലിക്കേഷൻ കൊടുത്തത്, എങ്ങനെയാണോ റിന്യൂ ചെയ്തിട്ടുള്ളത്, അതേ രീതിയിൽ സെക്കൻഡ് സപ്ലിമെൻ്ററിക്ക് വീണ്ടും ഒരു അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഈ ഒരു സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനായി കാത്തിരിക്കുക. ആ ഒരു അപേക്ഷാ സമർപ്പണം തുടങ്ങുമ്പോൾ സെക്കൻഡ് സപ്ലിമെൻ്ററിക്കായി അപേക്ഷിക്കുക. ഈ ഒരു കാര്യമാണ് നിങ്ങൾക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ആ കാര്യം അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികളും ശ്രദ്ധിക്കുക. ഇനി പല വിദ്യാർത്ഥികളും ഈ ഒരു ട്രാൻസ്ഫറിനായും സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനായും കാത്തിരിക്കുന്നുണ്ട്. ഈ കാര്യങ്ങളെല്ലാം കൃത്യമായി ട്രാൻസ്ഫറിനായി അപേക്ഷിക്കേണ്ടത് എങ്ങനെയാണ്, സെക്കൻഡ് സപ്ലിമെൻ്ററി അപേക്ഷിക്കേണ്ടത് എങ്ങനെയാണ്, ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ആവശ്യമെങ്കിൽ ലൈവ് റെക്കോർഡ് വീഡിയോ സഹിതം നിങ്ങളിലേക്ക് കൃത്യമായി എത്തിച്ചു തരും. അത്തരത്തിലുള്ള വീഡിയോസ് എല്ലാം ലഭിക്കുന്നതിനായി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. അപ്പോൾ ഈ ഒരു സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനായി നിരവധി വിദ്യാർത്ഥികൾ കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അലോട്ട്മെൻറ്റ് പ്രഖ്യാപിച്ചു എന്നുള്ള ഏറ്റവും പുതിയ വിവരം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോയുമായി എത്തിയിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പരമാവധി വിദ്യാർത്ഥികളിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും ഓർമ്മിക്കുക. അപ്പോൾ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ മറ്റ് വിദ്യാഭ്യാസപരമായ മറ്റ് വാർത്തകളുമായി നമുക്ക് വീണ്ടും കാണാം.